എന്തോ മോശി കഴിക്കാൻ? മക്കൾക്ക് ഇഷ്ടമുള്ള എന്താ വെച്ചാൽ പറയാമോ, ഉണ്ടാക്കി തരാം. ഓ, അവിടുത്തെ ആഹാരം കഴിച്ച് മടുത്ത് സത്യം പറഞ്ഞു. ഞാൻ അങ്ങോട്ട് വന്നതേ അമ്മയുടെ നിന്ന് എന്തെങ്കിലും രുചികരമായിട്ട് കഴിക്കാൻ. ഇന്നത്തേക്ക് അടിപൊളിയായിരുന്നു. ആ എന്നിട്ടോ ചായ കൂടി. ചേച്ചി എവിടെ അമ്മ? കുളിക്കുന്നു. എവിടെ ട്യൂഷൻ ഉണ്ടെന്ന്. അമ്മ ചേച്ചിയോട് കാര്യം പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ല മക്കളെ. എന്താ പറയാത്തെ? ഇല്ലാത്ത ലീവ് എടുത്ത് വന്ന് എന്തിനാ എന്നെ? അമ്മാവനോട് കാര്യം പറഞ്ഞു? അമ്മാവനോട് കാര്യം പറഞ്ഞു. പക്ഷെ ഇത് ചേച്ചിയോട് എങ്ങനെ പറയുന്നതാണ്? കാര്യം നടക്കണമെങ്കിൽ പറയണം. സത്യം പറയാലോ. ഇത് അവിടെ നിന്ന് എല്ലാം വിളിച്ച് പറഞ്ഞ് ഒപ്പിച്ചിട്ട് വന്നാൽ മതിയായിരുന്നു. ഇനിയിപ്പോ ചേച്ചി സമ്മതിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? സമ്മതിക്കാതിരിക്കേണ്ട കാര്യമില്ലല്ലോ. വീടും പറമ്പും അമ്മയുടെ പേരില. അത് ഷെയർ ചെയ്യുന്നു, എന്റെ ഷെയർ ഞാൻ വിൽക്കുന്നു. മൂത്ത ആളെന്നുള്ള നിലയിൽ ചേച്ചിയുടെ ഒരു അഭിപ്രായം ചോദിക്കുന്നു. ബാക്കി എല്ലാം തീരുമാനിക്കേണ്ടത് അമ്മയാണ്. ഓ, അമ്മ തീരുമാനം എടുത്തത് തന്നെ. ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ. ഇനി പ്രമാണം എഴുതണം, വിൽക്കണം. അതിന് എപ്പ നടക്കാനാ? പ്രമാണം മാറ്റിയാൽ മതി. വിൽക്കുന്ന കാര്യമൊക്കെ അമ്മാവൻ നോക്കിക്കോളൂ. അമ്മേ, ദേ നിർത്ത്. ഇനി അവൾ പോയിട്ട് വന്നിട്ട് സംസാരിച്ചാ മതി. അമ്മേ ഞാൻ ഇറങ്ങാണേ. എന്താണ് അമ്മയും മക്കളും കൂടി ഒരു ചർച്ച? ഒന്നുമില്ല മക്കളെ, ഞങ്ങൾ കൊച്ചു വർത്താനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. ചേച്ചിക്ക് എവിടെ ട്യൂഷൻ? എനിക്കിവിടെ അടുത്താടി. മാത്സ് ക്ലാസ്സേ ഉള്ളൂ. പിന്നെ കുറെ കുട്ടികളുണ്ട്. അതിലൊരു കുട്ടിയുടെ വീട്ടിൽ വെച്ചിട്ടാ ക്ലാസ്. ചേച്ചി പോയിട്ട് വാ, കുറച്ച് കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട്. എന്താ ചെയ്യാ? ഒന്നുമില്ല, ചേച്ചി പോയിട്ടോ എന്നിട്ട് സംസാരിക്കാം. എന്താടി? ഒന്നുമില്ല, പോയിട്ടോ. ശരി എന്നാ പോട്ട് മക്കളെ. ശരി.